ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാര കരാറുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗഹൃദം വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോക വിപണിയിൽ ആവശ്യക്കാർ ഏറി വരുന്നു. അതുകൊണ്ട് ഒരു കാര്യം US ബോധ്യമായി, ഇനി ഇങ്ങനെ ഇന്ത്യയെ കുഴപ്പിക്കാനായിട്ട് ചില പോളിസികൾ മുന്നോട്ട് വെച്ചാലോ ചില തീരുവകൾ ഏർപ്പെടുത്തിയാലോ സാധിക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ ആ രാജ്യവുമായിട്ട് ഒത്തുചേർന്ന് പോകണം, അതല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഇടപാടുകൾ അല്ലെങ്കിൽ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നത് തടയണം. അപ്പോൾ റഷ്യ ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാകുന്ന തടയാനൊന്നും അമേരിക്കയ്ക്ക് പറ്റില്ല. ചൈനയുമായിട്ടുള്ള ബന്ധം തകർക്കാൻ കഴിയില്ല. പിന്നെ ഏകയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്താം. കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ആയുധം വാങ്ങുന്നുണ്ട്, അവരുമായിട്ടുള്ള ചില വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് അമേരിക്കയെ തള്ളിക്കളയാനൊന്നും നമുക്ക് സാധിക്കില്ല. അവരുമായിട്ട് നല്ല ഒരു സൗഹൃദം വെച്ച് പുലർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഇതേ ബന്ധം പുലർത്തുന്നു. എന്തിന്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ഒമാൻ സന്ദർശിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് ബഹ്റിനിലേക്ക് പോകും, പിന്നീട് എത്യോപ്യ സന്ദർശിക്കും. ഒറ്റയടിക്ക് ആഫ്രിക്കൻ രാജ്യത്തേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്കും ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലും നമ്മൾ ഒപ്പുവെക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.